എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുകയാണ്, സ്വന്തം ഭാര്യയെ, അതായത് ഗർഭിണിയായ ഒരു ഭാര്യ ഒരാൾ വയറ്റത്തെ ചവിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ വന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയോ അതോ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയോ? കുറച്ച് ദിവസമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ വഴി വന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആണ്. ഈ ഫാമിലിയിൽ ഇപ്പോൾ ഒരു ഒരു ക്രൈം നടന്നിട്ടുണ്ട്. ഈ ക്രൈം ചെയ്ത ആൾ വരെ നമ്മളെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ യൂട്യൂബിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വമ്പം ഫ്രോഡ് പരിപാടിയാണ്, നാട്ടുകാരെ വലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു വീട്ടിൽ ഒരാളെ എടുത്തിട്ട് അടിച്ചു എന്ന് പറയുന്നു, അടിച്ചു എന്ന് ഒരു ക്രൈം നടക്കുന്നു, ഒരു ഡൊമസ്റ്റിക് വയലൻസ് നടത്തുന്നു. ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് എന്നെ അവർ അടിച്ചു, ഒരൊറ്റ കരച്ചിലും ബഹളം, 40 ലക്ഷം വ്യൂ, നല്ല കാശ്. ഒരു മാസം ആകുമ്പോൾ 40-50 ലക്ഷം വ്യൂ വരുന്ന ഒരു 42 മിനിറ്റുള്ള വീഡിയോക്ക് എത്ര ലക്ഷം രൂപ കിട്ടുന്ന സാധാരണക്കാർക്ക് വല്ല ഓർമ്മയുണ്ടോ, അറിവുണ്ടോ? ഇപ്പൊ നമ്മൾ TV സീരിയൽ കാണുന്ന സെയിം പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ഫാമിലി ഫ്രോഡ് പരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് സത്യമുണ്ട്, ആ സത്യം അറിയേണ്ടതായിട്ടുണ്ട്. എങ്ങനെ അറിയണം? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ പോയി കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഇതിനകത്ത് ക്രൈം ചെയ്തതെന്നും ആരാണ് ഡ്രാമ കളിക്കുന്നതെന്നും നമുക്കറിയാൻ പറ്റും. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ നാട്ടില് കൊച്ചു കുട്ടികളെ വരെ കയ്യിലിരിക്കുക. ഇത് ഈ കുട്ടികൾ വരെ കണ്ടുകൊണ്ടിരിക്കുക ഇവരുടെ വീഡിയോസ്. 50 ലക്ഷം വ്യൂ എന്നൊക്കെ പറയുന്നത് എല്ലാ ആൾക്കാരും ഇത് കാണുന്നുണ്ടെന്നുള്ള 50 ലക്ഷമാണ് വ്യൂ വരുന്നത്. ഒരു സൈഡിൽ അച്ഛനും അമ്മയും മോനും കൂടി ഇരുന്നൊരു വീഡിയോ ഇടും, പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ, അതിനും 50 ലക്ഷം വ്യൂസ് ഉണ്ട്. ഒരു സൈഡിൽ ഭാര്യയും ഭർത്താവും കൂടെ എന്നെ തല്ലി, എൻ്റെ വയറ്റത്ത് തല്ലി, ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എക്സ്പ്ലനേഷൻ ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡും കൂടെ വീടിട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് യൂട്യൂബിൽ നിന്നും പണം വരും. അങ്ങനത്തെ വ്യൂ ആണ് ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ പറ്റി എനിക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ട്. കാരണം ഇവർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു, ആ പെൺകുട്ടി പറയുന്നു. അല്ലെങ്കിൽ മൂത്ത മകനോട് സ്നേഹമില്ല, ഇളയ മകനോടാണ് വീട്ടുകാർക്ക് സ്നേഹം എന്നൊക്കെ പറയും. ഒരു 2 ആഴ്ച മുമ്പ് വരെയുള്ള ഇവരുടെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉമ്മോപ്പ് സ്നേഹം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതിലീ സുഖവും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബം ഇല്ലെന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ അഭിനയിച്ച ടീമാണ് ഇവർ. അഭിനയിച്ചതാണ്. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് ഈ വീഡിയോസ് ഒക്കെ കാണാൻ നേരത്ത് ഒരു സൈഡിൽ നിന്നുള്ള വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷമാണെന്നൊക്കെ രീതിയിൽ ഉമ്മ കൊടുക്കുന്നു, സ്നേഹപ്രകടനം, ഇതുപോലൊരു ഫാമിലി ഇല്ല ഈ ലോകത്ത് എന്നുള്ള രീതിയിൽ നിങ്ങൾ അഭിനയിച്ചു. അഭിനയിച്ചവർക്ക് കരയാനും ഇവിടെ പറ്റും. അപ്പം ഇതിനകത്ത് ഇനി അറിയേണ്ടത് ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പം നിങ്ങൾ പറയും ഇത് നീ പ്രാങ്ക് ആണെന്നും പറഞ്ഞുകൊണ്ടൊന്നും വന്നേക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറേ ടീമൊക്കെ ഉണ്ട് ഇതുപോലെ കുറേ കലാപരിപാടിയൊക്കെ കാണിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഇതുപോലെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കഴിയാൻ നേരത്തെ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഗൈസ് ഞാൻ നിങ്ങളെ പ്രാങ്ക് ചെയ്തതാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരമുള്ള കാര്യം ഞാൻ പറയാം. ഇതിനകത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരു സ്ത്രീ ഗർഭിണിയാണ്. ആ സ്ത്രീ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ഓരോരുത്തർക്കും ഇഷ്യൂ ഉണ്ടാകുന്ന കേസാണ്. അത് 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 അല്പം ഇഷ്യൂ ഉള്ള കാരണമാണ്, അത് ഇഷ്യൂ ഉള്ള കേസാണ്. നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഈ വിഷയത്തിൽ സ്വമേധ കേസ് എടുക്കണം. ഇവരെന്തായാലും 2 കൂട്ടരും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ വീഡിയോ ഇടും, നൈസായിട്ടും ഒഴിവാക്കും, കുറേ പൈസ അക്കൗണ്ടിലും കയറ്റും. ഇതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ TV സീരിയലുകളെക്കാൾ ദുരന്തം പിടിച്ച രീതിയിലാണ് ഈ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. TV സീരിയൽ പിന്നെ കാണുന്നവർക്ക് മനസ്സിലാവും ഇത് സീരിയൽ, പക്ഷെ ഇത് റിയൽ ലൈഫാണ്. ഈ റിയൽ ലൈഫ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായെന്നുള്ള രീതിയിലാണ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ റിയൽ ലൈഫ് ആൾക്കാരിലേക്ക് എത്രമാത്രം സ്വാധീനം ഉണ്ടാക്കും നമുക്കറിയാം. അപ്പം ഞാൻ ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പല വീട്ടമ്മമാരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കരയുന്നു, അങ്ങനെ പലതും കാണുന്നു. കുട്ടികൾ ഉൾപ്പെടെ ഈ വീഡിയോ കാണുന്നുണ്ട്. ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, ഒരു ഗർഭിണിയെ ഒരു വീട്ടിലിട്ട് അടിച്ചെങ്കിൽ 2 മക്കളുള്ള അച്ഛനും അമ്മയും മൂത്ത മകനോട് താല്പര്യമില്ലാതെ ഇളയ മകനോടൊപ്പം ചേർന്ന് നിന്ന് മൂത്ത മകനെ ആക്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രൈമാണ്. അപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി വേണം. ഈ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ഗൈസ് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം. നമ്മുടെ കേരളത്തിലെ പോലീസ് നല്ല അന്തസ്സായിട്ട് ഈ കേസ് അന്വേഷിച്ചോളും. അത്യാവശ്യം നല്ല ബോധവും വിവരമുള്ള പോലീസുകാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതിനകത്ത് ആരാണ് ഡ്രാമ കളിക്കുന്നത്, ആരാണ് വിളച്ചിൽ കാണിക്കുന്നത്, ആരാണ് കള്ളക്കണ്ണീര് കാണിക്കുന്നത് എന്നൊക്കെ വ്യക്തമായി കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസ് സംവിധാനത്തിന് പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഇപ്പം കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആയാലും, പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശനായാലും, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള പിണറായി വിജയനായാലും എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെടണം. കാരണം ഇതൊരു പോയിസൺ പോലെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആൾക്കാരിലേക്ക് ഇപ്പോൾ ഓരോ ദിവസവും ഇവരുടെ വിഷ്വൽസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ വീഡിയോ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ഭാഗത്ത് കൃത്യമായി ക്രൈം ചെയ്യുന്ന ഒരു ക്രിമിനൽ ഉണ്ട്.
ഏതോ ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ കരയുന്ന രീതിയിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഫാമിലി ഫുള്ള് ഫ്രോഡ് പരിപാടിയാണ് കാണിക്കുന്നത്. കൃത്യമായി വെടിപ്പായിട്ട് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ ക്രിമിനലിനെ, ഈ ഫാമിലിയിലുള്ള ക്രിമിനലിനെ പോലീസ് പൊക്കി അകത്തിടണം. അതല്ലാതെ ഈ വീഡിയോയിൽ വന്നിട്ട് രണ്ട് ഭാഗത്തു നിന്നിട്ട് ഗൈസ് ഞങ്ങളുടെ ഇങ്ങനെയാണ് ഗൈസ് സംഭവിച്ചത്, എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, കുറേ സ്ത്രീകളൊക്കെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അവർ വിഷമം പ്രകടിപ്പിക്കുന്നു, അയ്യോ നിങ്ങളുടെ ഫാമിലി ഇങ്ങനെ ആയിപ്പോയല്ലോ. പറച്ചിൽ കേട്ടാൽ തോന്നുന്നു സ്വന്തം വീട്ടിൽ നടന്ന കാര്യമാണ്. സ്വന്തം വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഈ കമൻറ്റ് ബോക്സിൽ പോയിട്ട് കമൻ്റ് ഇടുന്ന സ്ത്രീകൾ? അല്ല, ഇത് ആളെ വിറ്റ് കാശുണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുപോലൊരു അവസരം അവർക്ക് കിട്ടി, അവർ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. രണ്ട് ഭാഗത്തുനിന്നും സബ്സ്ക്രൈബേഴ്സൊക്കെ ഇടിച്ചാൽ കയറുക ചാനലിലേക്ക്. അപ്പം നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കുവാണ്, പൈസ ഉണ്ടാക്കുകയാണ്. അവരുടെ അനുഭവം വിറ്റ് അവർ ഇടി കിട്ടിയത്, അല്ലെങ്കിൽ അവരുടെ ഗർഭിണിയായിരിക്കുമ്പോൾ വയറ്റത്ത് ഒരാൾ തൊഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ട് ആ ആക്ടിവിറ്റി വിറ്റ് കാശുണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പം യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത് ആരാണ് കള്ളത്തരം കാണിക്കുന്ന, ഡ്രാമ കാണിക്കുന്നതെന്ന് ഗവൺമെന്റ് ഈ വിഷയത്തിൽ നട്ടപ്പെട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.